ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എക്സിറ്റ് പോളിലേക്കാണ്. 6 മണിക്ക് ശേഷം വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തുവരും. യഥാർത്ഥ ജനവിധിക്കായി ജൂൺ 4 വരെ കാത്തു നിൽക്കണമെങ്കിലും ഫലത്തെക്കുറിച്ചുള്ള സൂചനകൾ എക്സിറ്റ് പോളിലൂടെ നൽകും. ഇത്തവണത്തെ എക്സിറ്റ് പോൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെത്. ആ തീരുമാനം വളരെയധികം ശ്രദ്ധേയവുമാണ്. എക്സിറ്റ് പോളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ മുൻ തിരഞ്ഞെടുപ്പുകളിലെ അവരുടെ പ്രവചനവും യഥാർത്ഥ ജനവിധിയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച 2014-ലും 2019-ലും കഴിഞ്ഞ 2 പൊതു തിരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോളുകളുടെ പ്രവചനവും ജനവിധിയും തമ്മിലുള്ള സാമ്യം എത്രത്തോളമായിരുന്നുവെന്ന് നമുക്കൊന്ന് ഇവിടെ പരിശോധിക്കാം. 2014-ൽ ശരാശരി 8 എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം 283 സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA 105 സീറ്റുകളും നേടുമെന്ന് പ്രവചിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വർഷം മോദി തരംഗത്തിന്റെ വ്യാപ്തി കണക്കാക്കുന്നതിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. NDAക്ക് 336 സീറ്റുകൾ ലഭിച്ചപ്പോൾ UPA നേടിയത് 60 സീറ്റ് മാത്രമായിരുന്നു. ഇതിൽ BJP 282-ഉം കോൺഗ്രസ് 44 സീറ്റുകളും നേടി. 2014-ലെ ന്യൂസ് ചാണക്യ മന്ത്രമായിരുന്നു NDA സഖ്യം 340 സീറ്റ് നേടുമെന്ന് പ്രവചിച്ചത്. UPAക്ക് 70 സീറ്റും അവർ പ്രവചിച്ചു. ഏകദേശം ഇതിനടുത്തു നിൽക്കുന്നതായിരുന്നു യഥാർത്ഥ ജനവിധി. 2019-ൽ ശരാശരി 13 എക്സിറ്റ് പോളുകൾ NDAയുടെ സംയോജിത 300-ലേറെ സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരുന്നു. UPA 120 സീറ്റും നേടുമെന്ന് പറഞ്ഞു. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ NDAക്ക് 353 സീറ്റുകളും UPAക്ക് 93 സീറ്റുമായിരുന്നു നേടിയത്. ഇതിൽ BJP 303-ഉം കോൺഗ്രസ് 52-ഉം സീറ്റുകളിൽ വിജയിച്ചു. 2019-ൽ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചനമാണ് ഏകദേശം കൃത്യമായി വന്നത്. NDA സഖ്യത്തിന് 352 സീറ്റും UPAക്ക് 93 സീറ്റുകളുമായിരുന്നു അവരുടെ കണക്ക്. ഇതിൽ BJP അധികം നേടിയ 1 സീറ്റ് മാത്രമാണ് വ്യത്യാസം. ന്യൂസ് 24 ടുഡേ ചാണക്യവും BJPക്ക് 350 സീറ്റും UPAക്ക് 95 സീറ്റും പ്രവചിച്ചിരുന്നു. ന്യൂസ് എക്സ് നേതയായിരുന്നു BJP സഖ്യത്തിന് ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവചിച്ചത്. NDA 242-ഉം UPA 164 എന്നിങ്ങനെയായിരുന്നു അവരുടെ എക്സിറ്റ് പോൾ ഫലം.